ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. യെസ്, അപ്പോൾ കുട്ടികൾക്കുള്ളൊരു പ്രോട്ടീൻ പൗഡർ നമ്മളൊരു 2 ഇയേഴ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് ഫ്രഷ് മിൽക്കൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ് അതുപോലെയുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡറാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഖാന 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ശർക്കര, വാൾനട്ട്, ആൽമണ്ട്, അതുപോലെ തന്നെ കാഷ്യൂ. ഇത് എല്ലാം ഞാൻ സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ സെപ്പറേറ്റ് ഓരോന്നാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വാൾനട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. യെസ്, അപ്പോൾ വാൾനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് മഖാന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓട്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ പിസ്ത ആഡ് ചെയ്യാം, സൺഫ്ലവർ സീഡ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം ഇത്ര ഇൻഗ്രീഡിയൻസേ എടുത്തിട്ടുള്ളൂ. മഖാനയും ഇതൊക്കെ പെട്ടെന്ന് റോസ്റ്റായി വരുന്ന സാധനമാണ്. ജസ്റ്റ് യെസ്, അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിനി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഞാൻ കാഷ്യൂ, ആൽമണ്ട് ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ചൂടായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് പൊടിക്കാം. യെസ്, ഇനി നമ്മൾ പൊടിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ആദ്യം. അതിനുശേഷം നല്ലപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ നട്ട്സിൻ്റെയും ഇപ്പോൾ ആൽമണ്ടിൻ്റെയൊക്കെ ആണെങ്കിലും തൊലിയോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പാലിലിട്ട് കഴിയുമ്പോൾ മെൽറ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കണം. അപ്പം ഞാൻ ശർക്കര ഇതിലേക്ക് നേരിട്ട് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര സിറപ്പാക്കി വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സ് സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു ഹെൽത്തി രീതിയിൽ ചെയ്യുമ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യാൻ നോക്കാം. യെസ്, അപ്പോൾ ഇതാ നമ്മുടെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു സ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, അതിലും ചെറിയ സ്പൂണാണ്. അപ്പം നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. തരാം. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാഗറി, ഞാനിപ്പോൾ വീഡിയോയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജാഗറി നമുക്ക് സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാം, ശർക്കര. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര അധികം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ കളറിന് വേണ്ടി നമ്മൾ കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്താൽ കുറച്ച് കളർ കിട്ടും. ഞാൻ പിന്നെ അതൊന്നും യൂസ് ചെയ്യാതെ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള പൗഡർ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. കുടിച്ചു നോക്ക്, പതുക്കെ കുടിക്കണേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? യെസ്, അപ്പോൾ മാക്സിമം മധുരം ഇടാതെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനി കാച്ചി എടുത്ത് വെച്ച് അങ്ങനെയായാലും യൂസ് ചെയ്യുക. ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. യെസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.